നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോടൊപ്പമാകാനായിട്ട് ദൈവം നൽകിയ ഒരു വലിയ അവസരം. സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗമാണ്. യഹൂദർ ഈശോയെ കൊടുക്കുവാൻ വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നാണയം കാണിച്ചിട്ട്. സീസറിന് നികുതി കൊടുക്കുന്നത് ഉചിതമോ അല്ലയോ? ദൈവം പറയുന്നുണ്ട്, സീസറിനുള്ളത് സീസറിന് കൊടുക്കുവിൻ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവിൻ. നാം ചിന്തിക്കേണ്ട, ധ്യാന വിഷയമാക്കേണ്ട ഒരു ഭാഗം ഇത് തന്നെയാണ്. സീസറിൻ്റെ ഭാഗം നമ്മൾ പൂർത്തീകരിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്നു, വീട്ടിൽ ജോലി ചെയ്യുന്നു, ചന്തസ്ഥലങ്ങളിൽ പോകുന്നു, നമ്മുടെ മറ്റ് കർമ്മങ്ങൾക്കെല്ലാം പോകുന്നുണ്ട്. നമ്മൾ എത്ര പേർക്ക് ദൈവസന്നിധിയോട് ചേർന്നിരിക്കാൻ സാധിക്കുന്നുണ്ട്? ദൈവാലയത്തിൽ പരിമിതമാണെങ്കിൽ കൂടിയും ആ പരിമിതമായ ചുറ്റുപാടിൽ ദൈവത്തോട് എത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം തുണയ്ക്കാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമാവുകയില്ല. തുടങ്ങി വയ്ക്കാൻ പറ്റും, ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് തുടങ്ങി വയ്ക്കാൻ പറ്റും. എല്ലാം ശുഭകരമായിട്ട് പര്യവസാനിക്കണമെങ്കിൽ അവിടെ ദൈവികമായ സാന്നിധ്യം ഉണ്ടാവണം. നാം ഒരുപാട് വെട്ടിപ്പിടിച്ചു, ഒരുപാട് നേടിയെടുത്തു, ഒക്കെ നമുക്ക് അനുഭവമാകണമെങ്കിലും അലക്സാണ്ടർ ചക്രവർത്തിക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമാണ് തിരിച്ചറിവുണ്ടായത്, തനിക്കൊന്നും കൊണ്ടുപോകാൻ സാധ്യമാകുന്നില്ലെന്ന്. 2 കൈയും പുറത്തേക്ക് ഇട്ടിട്ടാണ് അലക്സാണ്ടർ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുക. നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതുമൊക്കെ നൈമിഷികമാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവസന്നിധിയോട് ചേർന്നിരിക്കുവാനായിട്ടുള്ള ഈ അവസരത്തെ നമുക്ക് നന്മയിൽ വിനിയോഗിക്കാം. പരിമിതമായ സാഹചര്യങ്ങളിലൊക്കെ സഭ സമ്മാനിക്കുന്ന ആനുകൂല്യങ്ങളും കൃപാവരങ്ങളുമൊക്കെ നേടിയെടുക്കുവാനായിട്ട് പരാതിയുടെയും പരിഭവത്തിൻ്റെയും ഭാഷയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ നന്ദിയോടെ, മനസ്താപത്തോടെ, കുറ്റബോധത്തോടെ ആകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അവിടെയാണ് ഈ വാക്കിന് അർത്ഥമുണ്ടാവുക. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനുമെന്നും. ഒരു വനത്തിലൊരു കാക്കയുണ്ടായിരുന്നു. കാക്ക ഇങ്ങനെ പറന്ന് നടന്നപ്പോഴാണ് അരയന്നത്തെ കാണുക. തൂവെള്ള നിറമുള്ള അരയന്നത്തെ കണ്ടപ്പോൾ കാക്ക വിചാരിച്ചു, ഈ അരയന്നമായിരിക്കും ഏറ്റവും സന്തോഷമുള്ളൊരു ജീവി. കാക്ക അരയന്നത്തിനടുത്ത് ചെല്ലുന്നുണ്ട്. അരയന്നത്തോട് പറയുകയാണ്, അല്ലയോ അരയന്നമേ, നീയല്ലേ ഏറ്റവും സന്തോഷവാനായ ജീവി? അരയന്നം മറുപടി പറഞ്ഞു, അതെ, ഞാനാണ് ഏറ്റവും സന്തോഷവാനായ ജീവി. പക്ഷേ ഒരു തത്തയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനല്ല, തത്തയാണ് ഏറ്റവും സന്തോഷം. കാരണം ഇരുവർണ്ണങ്ങളിലുള്ള തത്തയെ കാണുവാൻ എന്ത് ഭംഗിയാണ്. കാക്ക തത്തയെ തേടി പോവുകയാണ്. തത്തയെ കാണുന്നു, ഇതേ ചോദ്യം ചോദിക്കുകയാണ്, തത്തേ, നീയല്ലേ ഏറ്റവും സന്തോഷവാനായ ജീവി? തത്ത പറയുന്നു, ഒരു മയിലിനെ കാണുന്നത് വരെ ഞാൻ കരുതിയത് ഞാനാണ് ഏറ്റവും സന്തോഷവാനായ ജീവി എന്നാണ്. എനിക്ക് 2 വർണ്ണങ്ങളേ ഉള്ളൂ, മയിലിന് ഒരുപാട് വർണ്ണങ്ങളുണ്ട്. കാക്ക മയിലിനെ തേടി യാത്രയാവുകയാണ്. മയിലിനെ കണ്ടുപിടിച്ചു. മയിലിനോട് ചോദിക്കുന്നു, നിൻ്റെ വർണ്ണങ്ങളൊക്കെ എത്ര മനോഹരമാണ്, നീയല്ലേ ഏറ്റവും സന്തോഷവാനായ ജീവി? മയിൽ പറഞ്ഞു, ശരിയാണ്, ഒരുപാട് പേരെന്നെ ഇവിടെ കാണാൻ വരുന്നുണ്ട്, ഒരുപാട് പേർ എന്നെ കണ്ട് ആനന്ദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കൂട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാഴ്ച ബംഗ്ലാവിൻ്റെ കൂടിനകത്ത് മാത്രമാണ് എൻ്റെ വാസം. ഈ കാഴ്ച ബംഗ്ലാവിൽ കാക്ക മാത്രമാണ് കൂട്ടിലടയ്ക്കപ്പെടാത്തത്. ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു, കാക്കയെപ്പോലെ എല്ലായിടത്തും ഒന്ന് പറന്നു നടക്കുവാനായിട്ട് സാധ്യമായിരുന്നെങ്കിലെന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചറിയണം, നമ്മുടെ ഉള്ളിലുള്ള നന്മയൊക്കെ തിരിച്ചറിയാനായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ദൈവികം തിരിച്ചറിയുവാനായിട്ട്, ദൈവം ദാനമായി നൽകിയ ഓരോ കൃപാവരങ്ങളും നന്മയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നവരാകുവാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുക. ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കാൻ പഠിക്കണം. നാട്ടുപ്രമാണങ്ങളും നിയമങ്ങളും ഒക്കെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തെ വണങ്ങാനായിട്ട്, ദൈവത്തെ ആരാധിക്കാനായിട്ട് സമയം കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കുക. ദൈവത്തോട് കൂടെ ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചോ ഇല്ലയോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കാം. സമയം വൈകിട്ടില്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് കൂടെ ആവാം. ദൈവമാവണം എല്ലാത്തിൻ്റെയും ഉറവിടം. ദൈവസന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കുവാനായിട്ടും ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതമായി നമ്മുടെ ജീവിതം മാറുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാട്, സമൂഹം ഒക്കെ നന്മയുടെ ഭാവമായിരിക്കും. നമുക്ക് ദൈവത്തോടൊപ്പമാവാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.